ഇന്നെന്തായാലും നമുക്കൊരു നളപാചകം കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഏട്ടനാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അരിമുറുക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കടലപ്പരിപ്പും ഉഴുന്നും ചെറിയ ജീരകവും കുറച്ചിതുപോലെ വറുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കടലപ്പരിപ്പ് പരിപ്പ് വട ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു പരിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാം. ഈ വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഈ നെയ്യ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എള്ള്. എള്ളില്ലെങ്കിൽ കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ വെക്കാം. കാരണം നമ്മളിതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നന്നായി തീ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞിട്ട് ഇതുവരെ ചെയ്തതൊക്കെ പാളിപ്പോവും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാനായിട്ട്. ഇനി ഇത് വെള്ളം ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഇതുപോലെയല്ലേ വാട്ടിയെടുക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ മാവൊക്കെ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏട്ടനതുപോലെ വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി തരികയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാന്ന് മനസ്സിലാവുള്ളൂ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഭയങ്കര ആസ്വദിച്ചിട്ടുള്ള കുക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇത് ശീലമാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി ഇതാ ചെറിയൊരു ചൂടിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ഇത്തിരി വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് സെറ്റാക്കിയാൽ മതി. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതി. അത് നമ്മുടെ അപ്പോഴത്തെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ആര് കുക്ക് ചെയ്യുമ്പോഴും ഞങ്ങളുടെ അസിസ്റ്റൻസ് കൂടെ ഉണ്ടാവും. അവരില്ലാണ്ട് എന്താ ആഘോഷം. ഇതെന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ എക്സ്ട്രാ വെള്ളവും പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പാനിൽ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ചൂടായിട്ട് നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് മാത്രം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ മുകളിലേക്ക് ആവി എടുത്തിട്ട് നമുക്ക് കൈയിന് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഫ്ലെയിം കൂടിപ്പോയാലും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. കുറഞ്ഞു പോയാലും ആ ഒരു ക്രിസ്പിനെസ് കുറഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയത്തിലിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ആ സ്റ്റാർ പോലത്തെ അച്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അപ്പോൾ ഏതിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. നമ്മൾ കുഴച്ച മാവും വെള്ളമൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ആണ് ഇത്രയും കറക്റ്റായിട്ട് പൊട്ടാണ്ടൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടണത്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതൊന്ന് പൊട്ടാണ്ട് മറിച്ചിടാനായിട്ടാണ് കേട്ടോ. എന്താവോ എന്തോ എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ എന്തായാലും അടിപൊളി ലുക്കായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നീളത്തിൽ ഷേപ്പാക്കി ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഞങ്ങളെന്തായാലും 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കുന്ന ആ നുറുക്കുണ്ടല്ലോ അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. അങ്ങനെ മൊത്തത്തിലുണ്ടാക്കി. അതിനുശേഷം നല്ല കട്ടൻ ചായയും അരിമുറുക്കും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ മുന്നുണ്ടാക്കി വെച്ച കുറച്ച് അരിമണി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചായയിലെടുത്തിട്ടുള്ള ബഹളമാണ് അവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.